ആലപ്പുഴ മാന്നാർ കൊലപാതകത്തിൽ ദുരൂഹത തുടരുന്നു. കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയോ എന്ന ഒരു സംശയം ഇപ്പോൾ പോലീസിനുണ്ട്. കേസിലെ ഒന്നാം പ്രതി അനിൽ ഇസ്രയേലിൽ ആശുപത്രിയിലാണെന്നാണ് വിവരം. കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ആദ്യം നീങ്ങിയത് കലയുടെ ആൺസുഹൃത്തിലേക്കായിരുന്നു. നിലവിൽ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന കുട്ടൻപേരൂർ സ്വദേശിയെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് കലയുടെ കൊലപാതകവുമായി ഇയാൾക്ക് ബന്ധമില്ലെന്ന് പോലീസ് മനസ്സിലാക്കിയത്. പിന്നീടാണ് അന്വേഷണം കലയുടെ മുൻ ഭർത്താവ് അനിലിലേക്ക് നീളുന്നത്. നിലവിൽ അനിൽ ഇസ്രയേലിലാണുള്ളത്. ഇസ്രയേൽ ആശുപത്രിയിൽ അസുഖബാധിതനായി ചികിത്സ തേടിയിരിക്കുകയാണ് എന്നാണ് അനിൽ കുടുംബത്തെ ധരിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ 2 മണിക്കൂറോളമാണ് അനിലിന്റെ കുടുംബത്തെ പോലീസ് ചോദ്യം ചെയ്തത്. പക്ഷേ അനിലുമായി സംസാരിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അനിലിന്റെ ഈ അസുഖം ഇസ്രയേലിൽ തന്നെ തുടരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വീട്ടിലെ സെപ്റ്റിക് ടാങ്കിനോട് ചേർന്ന് മൃതദേഹം കുഴിച്ചിട്ടു എന്ന് കസ്റ്റഡിയിലുള്ള പ്രതി മൊഴി നൽകിയിരുന്നു. എന്നാൽ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. മൃതദേഹം എവിടെയെന്നറിയാവുന്നയാൾ അനിൽകുമാർ മാത്രമാണ്. മാത്രമല്ല, വീടിനോട് ചേർന്ന് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടമെന്ന് തോന്നിക്കുന്ന വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കേസുമായി പോലീസിന് മുന്നോട്ടു പോകാൻ കഴിയൂ. കൊല നടന്നത് പെരുമ്പുഴ പാലത്തിന് മുകളിൽ വെച്ചാണെന്നും മൃതദേഹം ആറ്റിൽ കളയാനാണ് തീരുമാനിച്ചെന്നതുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.